നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എയിം ആൻഡ് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലട ചുറ്റുമല ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ചിറയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് ചുറ്റുമല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ആ ചിറയുടെ ഒരു ഭാഗം മുഴുവൻ നിറയെ വെള്ള താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ നല്ല ഒരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അവിടേക്ക് പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു നല്ല പച്ചപ്പ് വിരിഞ്ഞ ഒരു മനോഹരമായ ഒരു വയൽ പ്രദേശമാണ്. അവിടെ കുറേ പശുക്കളെയൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് എന്ന് പറയുന്നത് ഈ ചിറയാണുള്ളത്. ഈ ചിറയിൽ നിറയെ ഇങ്ങനെ വെള്ള താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഒരു ഭാഗം മുഴുവൻ നിറഞ്ഞ് ഈ താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ചിറയും അതിൻ്റെ മറുഭാഗം വയലും പ്രദേശമാണ്. ഇതിൻ്റെ നടുവിൽ കൂടെ ഒരു നീണ്ട വഴി ഉണ്ട്. അതാണ് ഈ ചിറയും ഈ വയലിനെയും വേർതിരിക്കുന്നത്. ഇത് നല്ല ഒരു വ്യൂ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു തണുത്ത കാറ്റും. ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്ന് സമയം ചിലവഴിക്കാൻ, ഫാമിലിയോടെ ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു പ്രദേശമാണിത്. ഈ പ്രദേശം വളരെ ശാന്തമായ ഒരു ക്ലൈമറ്റും നല്ലൊരു ശുദ്ധമായ വായുവും ഒക്കെ ലഭിക്കുന്ന നമുക്ക് കുറച്ച് സമാധാനത്തോടെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിറയെ ആ ചിറയിൽ മുഴുവൻ ഈ വെള്ള താമര നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കോ നമുക്കായി തന്നെ ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നും. അതിൽ ഒന്ന് പറിച്ചെടുക്കണം എന്ന് തോന്നി. പക്ഷേ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ തന്നെയും അതിനുള്ളൊരു ശ്രമം നടത്തി. അപ്പം മാക്സിമം ചിറയുടെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി. അപ്പം നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഒരു താമര നമ്മൾ കയ്യിലെടുത്തൊരു വീഡിയോ എടുക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് 2 പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഒരാൾ തൃശ്ശൂർക്കാരൻ, ഒരാൾ നമ്മുടെ കൊല്ലംകാരൻ തന്നെയാണ്. അങ്ങനെ അവരുടെ സഹായത്തിൽ അടുത്ത് നിന്ന് ഞങ്ങളൊരു മുളയുടെ തോട്ടം സംഘടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ 3 പേരും കൂടെ കുറേ പരിശ്രമം നടത്തി ഈ താമര ഒന്ന് പറിച്ചെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ആ പരിസര പ്രദേശം വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അതാണിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാന ഭാഗം അവരെയും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ചിറയുടെയും വയലിൻ്റെ നടുക്കൂടിയുള്ളൊരു പാതയാണ്. അത് വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ തണൽ മരങ്ങളുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുത്ത കാറ്റും സുഖമാണ്. അവസാനം ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിനൊടുവിൽ ഒരു താമര ഞങ്ങൾ പറിച്ചെടുത്തു. ആ താമരയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ആ ഒരു കാറ്റിലാണ് ആ താമര ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാത്തത്. നല്ല കാറ്റുള്ളത് കൊണ്ടാണ്. നല്ല ഒരു ക്ലൈമറ്റുമാണ്. എൻ്റെ കൂടെ അയക്കുന്ന സുഹൃത്തുക്കൾ ഇവർ 2 പേരുമാണ്. അപ്പം ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിലെടുത്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക. ഈ പ്രദേശം പോയി കാണുക.